വർഷം 2024 മാർച്ച് 20. സേലം ജില്ലയിലെ ഏർക്കാട് എന്ന മലയോര മേഖല. അന്നും രാവിലെ പതിവ് പോലെ റോഡിലൂടെ വന്യമൃഗങ്ങൾ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസേഴ്സ് പാട്രോൾ ചെയ്യുകയായിരുന്നു. അവർ 40 അടി പാലം എന്ന സ്ഥലത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ നിന്നും എന്തോ ദുർഗന്ധം വരുന്നതായി നോട്ടീസ് ചെയ്യുന്നു. അടുത്തേക്ക് പോകുന്തോറും ആ ദുർഗന്ധം കൂടിക്കൂടി വന്നു. വന്യമൃഗങ്ങൾ എന്തെങ്കിലും ചത്തുകിടക്കുന്നതിൻ്റെ ദുർഗന്ധം ആയിരിക്കും എന്ന് ചിന്തിച്ച ഫോറസ്റ്റ് ഓഫീസേഴ്സ് വണ്ടി അവിടെ നിർത്തിയിട്ട് ദുർഗന്ധം വരുന്ന ഭാഗത്തേക്ക് പോയി നോക്കാനായി തുടങ്ങി. അങ്ങനെ പോയ അവർ കുറച്ചു ദൂരത്തിൽ റോഡിനോട് ചേർന്ന് താഴ്ചയുള്ളൊരു ഭാഗത്തേക്കായി എത്തി. റോഡിൽ നിന്നും ഏകദേശം 20 അടി താഴ്ചയുള്ള ആ സ്ഥലത്തെ കുറച്ചു ഭാഗത്തു മാത്രം ചെടികളും മറ്റും ഉണങ്ങിയ അവസ്ഥയിലും അതിനോടൊപ്പം അവിടെ ഒരു ബ്ലൂ കളറിലുള്ള സ്യൂട്ട് കേസ് കിടക്കുന്നതായും അവർ കണ്ടെത്തി. ഇത് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആ സ്യൂട്ട് കേസിൽ നിന്നും തന്നെയാണ് ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് അവിടേക്ക് വരാനായി പറയുന്നു. സ്പോട്ടിൽ എത്തിയ ലോക്കൽ പോലീസും ഫോറസ്റ്റ് ഓഫീസേഴ്സും ആ താഴ്ചയിലേക്ക് ഇറങ്ങി പരിശോധിക്കുന്നു. അസഹനീയമായ ദുർഗന്ധം വന്നുകൊണ്ടിരുന്ന ആ സ്യൂട്ട് കേസ് ഒരു ഭയത്തോടെ തുറന്നു നോക്കിയ അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ സൂട്ട് കേസിനുള്ളിൽ അഴുകിയ അവസ്ഥയിലുള്ള ഒരു പെണ്ണിന്റെ മൃതദേഹം പാതി നഗ്നമായ നിലയിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് കൈയും കാലും മടക്കി തല കുനിച്ച് എങ്ങനെയാണോ കിടക്കുന്നത് അതേ രീതിയിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ആരാണ് ആ സ്ത്രീ? അവൾക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് ഇതിനു പിന്നിൽ? 3 മാസം മുൻപ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഈ കേസ് തമിഴ്നാട് പോലീസ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. സ്യൂട്ട് കേസിൽ നിന്നും മൃതദേഹം റിക്കവർ ചെയ്ത പോലീസ് അത് ഓട്ടോപ്സി ചെയ്യുന്നതിനായി സേലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഓട്ടോപ്സിയിൽ ആ മൃതദേഹത്തിന് ഏകദേശം 30 വയസ്സ് പ്രായം ഉള്ളതായും തലയിൽ ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പുറത്തുവന്നു. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസിന് ആദ്യം അറിയേണ്ടിയിരുന്നത് ആരാണ് ഈ 30 വയസ്സുകാരി എന്നായിരുന്നു. പക്ഷേ അഴുകി ഡീകമ്പോസിംഗ് സ്റ്റേജിലുള്ള ആ മൃതദേഹത്തിൽ നിന്നും അത് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിരുന്നില്ല. ഏർക്കാടിനും അതിന് ചുറ്റിയുള്ള പ്രദേശങ്ങളിൽ നിന്നുമായുള്ള മിസ്സിംഗ് കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പോലീസ് പരിശോധിക്കുവാനായി തുടങ്ങി. പക്ഷേ അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റുകളും ആ ഏരിയയിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാതെ ഈ കേസ് ഒന്ന് സ്റ്റക്കാകാൻ തുടങ്ങിയ സമയത്താണ് പോലീസ് ആ സ്യൂട്ട് കേസ് പരിശോധിക്കുവാനായി തുടങ്ങിയത്. അപ്പോഴാണ് പോലീസിന് ഈ കേസിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. പോലീസ് ആ സ്യൂട്ട് കേസ് പരിശോധിച്ചതിൽ അതിലൊരു ബാർകോഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായി കാണുന്നു. ആ ബാർകോഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ സ്യൂട്ട് കേസ് കോയമ്പത്തൂരിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു. ഉടനെ തന്നെ പോലീസ് ലുലു മാളിലെത്തി സ്യൂട്ട് കേസിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവരും സ്യൂട്ട് കേസ് അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് എന്ന് കൺഫേം ചെയ്തു. ആരാണ് ഈ സ്യൂട്ട് കേസ് വാങ്ങിയത് എന്ന് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 12 പേർ ആ മോഡൽ സ്യൂട്ട് കേസ് വാങ്ങിയതായി മാളിൽ നിന്നും പറഞ്ഞു. ഇപ്പോൾ ആ പർട്ടിക്കുലർ സ്യൂട്ട് കേസ് വാങ്ങിയത് ആരാണ് എന്നറിയാൻ വേണ്ടി ആ 12 പേരുടെയും ഡീറ്റെയിൽസ് എടുത്ത പോലീസ് ഓരോരുത്തരെയും ഫോണിൽ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൽ അവരിൽ 10 പേർ അവർ കോയമ്പത്തൂരിൽ തന്നെയാണ് ഉള്ളതെന്നും ആ സ്യൂട്ട് കേസ് അവരോടൊപ്പം തന്നെ ഉള്ളതായും പറഞ്ഞു. ഒരാൾ ആ സ്യൂട്ട് കേസ് കൊണ്ട് ഫോറിൻ പോയിരിക്കുന്നതായി പറഞ്ഞു. എന്നാൽ അവരിലെ നടരാജ് എന്നയാൾ മാത്രം കോൾ അറ്റൻഡ് ചെയ്തില്ല. നടരാജ് സ്യൂട്ട് കേസ് വാങ്ങിയ ദിവസത്തെ CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിക്കുവാനായി തുടങ്ങി. അങ്ങനെ നടരാജ് ആരാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. അടുത്തതായി നടരാജിന്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത പോലീസ് അയാൾ തിരുപ്പത്തൂരിലുള്ള ജോലാർപേട്ടൈ എന്ന സ്ഥലത്ത് ഉള്ളതായി അറിഞ്ഞു. അങ്ങനെ പോലീസ് ജോലാർപേട്ടയിലെത്തി നടരാജിനെ കുറിച്ച് തീവ്രമായി അന്വേഷിക്കുവാനായി തുടങ്ങി. അപ്പോഴാണ് ഏർക്കാട് VOയുടെ അടുത്തു നിന്നും ഏർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ വന്നത്.
നടരാജ്, കനിവഴകൻ എന്നു പേരുള്ള 2 പേർ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്യൂട്ട് കേസ് മർഡർ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് സറണ്ടർ ചെയ്തിട്ടുള്ളതായി VIO പറഞ്ഞു. ഇതറിഞ്ഞയുടൻ ഏർക്കാട് പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ആ 2 പേരും നടന്ന കാര്യങ്ങൾ പോലീസിനോട് കൺഫസ് ചെയ്തു. അങ്ങനെ അവർ പോലീസിനോട് നടത്തിയ കൺഫഷൻ ഇതാണ്. തിരുപ്പത്തൂരിലുള്ള പറവൈക്കോട്ടെ എന്ന സ്ഥലത്താണ് നടരാജ് താമസിച്ചുകൊണ്ടിരുന്നത്. 32 വയസ്സുള്ള ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന നടരാജ് അതേ കമ്പനിയിൽ കമ്പ്യൂട്ടർ സെക്ഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 33 വയസ്സുള്ള സുബ്ബലക്ഷ്മിയുമായി അടുപ്പത്തിലാകുന്നു. സുബ്ബലക്ഷ്മി ഒരു ഡിവോഴ്സിയായിരുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 2 പേരും തേനിയിലുള്ള സുബ്ബലക്ഷ്മിയുടെ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. തുടക്കത്തിൽ നടരാജും സുബ്ബലക്ഷ്മിയും അവർ തമിഴ്നാട്ടുകാർ ആയതിനാൽ പരസ്പരം പരിചയപ്പെടുകയായിരുന്നു. എന്നാൽ പോകെ പോകെ ഈ ബന്ധം മറ്റൊരു വഴിക്ക് തിരിയാനായി തുടങ്ങി. നടരാജ് വിവാഹിതനാണ് എന്നറിഞ്ഞിട്ടും സുബ്ബലക്ഷ്മി അയാളോട് അടുത്തു. അതിനുശേഷം ഇവർ 2 പേരും ഒരുമിച്ച് പുറത്ത് കറങ്ങാനായി പോകുന്നതും ഒരുമിച്ച് പ്രൈവറ്റ് ടൈം ഷെയർ ചെയ്യുന്നതും തുടങ്ങി മുന്നോട്ട് പോവുകയായിരുന്നു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് 2 പേരും 2023 ജൂൺ മാസം ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ വന്നവർ 2 പേരും അവരവരുടെ നാട്ടിലേക്ക് പോയി കുറച്ചുനാൾ താമസിച്ചു. അതിനുശേഷം തിരിച്ച് ഖത്തറിലേക്ക് പോകുന്നതായി സ്വന്തം വീടുകളിൽ പറഞ്ഞിട്ട് കോയമ്പത്തൂരിലുള്ള പീലമേട് എന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് താമസം തുടങ്ങി. അതിനുശേഷം 2 പേരും അവിടെ തന്നെ ജോലിക്ക് പോകാനായി ആരംഭിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുബ്ബലക്ഷ്മി നടരാജിന്റെ നെഞ്ചിൽ രാജേശ്വരി എന്ന അയാളുടെ ഭാര്യയുടെ പേര് പച്ച കുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടിട്ട് നിന്റെ വൈഫിന്റെ പേര് നീ നെഞ്ചിൽ പച്ച കുത്തിയിട്ടുണ്ടല്ലോ, എൻ്റെ പേര് നീ പച്ച കുത്തില്ലേ എന്ന് അയാളോട് ചോദിക്കുന്നു. സുബ്ബലക്ഷ്മി ഇങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ചത് എതിർക്കാൻ കഴിയാത്ത നടരാജ് അയാളുടെ കയ്യിൽ സുബ്ബലക്ഷ്മി എന്ന് പച്ചകുത്തി. എന്നാൽ അതിന് കുറച്ചു നാളുകൾക്ക് ശേഷം സ്വന്തം ഭാര്യയെയും മക്കളെയും കാണാനായി നാട്ടിലേക്ക് പോയ നടരാജ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ കയ്യിൽ സുബ്ബലക്ഷ്മിയുടെ പേര് പച്ച കുത്തിയിരിക്കുന്നത് കണ്ടാൽ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കി കയ്യിലുണ്ടായിരുന്ന സുബ്ബലക്ഷ്മിയുടെ പേര് ഒരു ടാറ്റൂ സെന്ററിൽ പോയി മായ്ക്കുന്നു. ഇങ്ങനെ പോയ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഖത്തറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ നടരാജ് ഫെബ്രുവരി 27-ാം തീയതി പീലുമേട്ടിലുള്ള വീട്ടിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ വന്നതും നടരാജിന്റെ കയ്യിൽ തന്റെ പേര് കാണാത്ത ദേഷ്യത്തിൽ സുബ്ബലക്ഷ്മി എന്തിനെന്റെ പേര് നീ മായ്ച്ച് കളഞ്ഞു എന്ന് ചോദിക്കുന്നു. അതിന് നടരാജ് എൻ്റെ വൈഫ് നിന്റെ പേര് കണ്ടാൽ പ്രശ്നമാകും, അതിനാലാണ് ഞാനത് മായ്ച്ച് കളഞ്ഞത് എന്ന് പറയുന്നു. ഓ, അപ്പോൾ നീ എൻ്റെ കൂടെ താമസിക്കുന്ന കാര്യം നിന്റെ ഭാര്യ അറിഞ്ഞാൽ നീ എന്നെയും ഇതുപോലെ ഇട്ടിട്ട് പോകില്ലേ? നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? എൻ്റെ പേര് പോലും നിന്നെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നീ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് സുബ്ബലക്ഷ്മി ചോദിച്ചതിന് നടരാജ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഉടനെ സുബ്ബലക്ഷ്മി, ഓക്കെ, എൻ്റെ പേര് നിന്റെ വൈഫ് കാണുമെന്ന് പറഞ്ഞല്ലേ നീ മായ്ച്ചത്, പക്ഷേ എന്തുകൊണ്ട് നിന്റെ വൈഫിന്റെ പേര് ഞാൻ കാണുമെന്ന് പറഞ്ഞ് നീ മായ്ക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. കേട്ട് ദേഷ്യം വന്ന നടരാജ്, എനിക്ക് വൈഫും കുഞ്ഞുങ്ങളും ഉള്ള കാര്യം നിനക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് തുടങ്ങിയ ഈ ഒരു ഫൈറ്റ് പതിയൊരു ഫിസിക്കൽ ഫൈറ്റായി മാറുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ ദേഷ്യം വന്ന നടരാജ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് സുബ്ബലക്ഷ്മിയുടെ തലയിലടിക്കുന്നു. അടികൊണ്ട് തലയിൽ കൈവച്ച് സുബ്ബലക്ഷ്മി താഴേക്ക് വീണു. പക്ഷേ ഇത് കാര്യമായി എടുക്കാതെ അവിടെ നിന്നും നടരാജ് പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ നടരാജ് കണ്ടത് രക്തത്തിൽ കുളിച്ച് മരണപ്പെട്ട് കിടക്കുന്ന സുബ്ബലക്ഷ്മിയായിരുന്നു. സുബ്ബലക്ഷ്മിയുടെ മൃതദേഹത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുന്ന സമയത്താണ് തൻ്റെ സുഹൃത്തും റിലേറ്റീവുമായ കനിവഴകന്റെ കാര്യം നടരാജിന് ഓർമ്മ വരുന്നത്. കനിവഴകന് ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ നടരാജ് അവിടേക്ക് വരാനായി പറഞ്ഞു. കനിവഴകൻ നടരാജന്റെ വീട്ടിൽ വന്നതിന് ശേഷം 2 പേരും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. പ്ലാൻ അനുസരിച്ച് കോയമ്പത്തൂരിലുള്ള ലുലു മാളിൽ പോയി അവർ ഒരു സ്യൂട്ട് കേസ് വാങ്ങിച്ചു. ഇതിനുശേഷം സുബ്ബലക്ഷ്മിയുടെ മൃതദേഹം ആ സ്യൂട്ട് കേസിനുള്ളിലാക്കി ഒരു കാർ അവർ റെന്റിനെടുത്ത് ആ കാറിന്റെ ഡിക്കിയിൽ സ്യൂട്ട് കേസ് സൂക്ഷിക്കുന്നു. എവിടെ വലിച്ചെറിഞ്ഞാലാണോ ഈ സ്യൂട്ട് കേസ് ആരും കാണാത്തത് അങ്ങനെയുള്ളൊരു സ്ഥലം തേടി അവർ പുറപ്പെട്ടു. അങ്ങനെ ആ ദിവസം മുഴുവൻ അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പോഴാണ് നടരാജിന് ഫാമിലിയുമായി ഏർക്കാട് ടൂർ പോയ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അവർ ഏർക്കാട് പോയി ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി രാത്രി ഏർക്കാടിലെ 40 അടി പാലം എന്ന സ്ഥലത്ത് കാർ നിർത്തി അവർ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു.
ആളുകളും മറ്റു വാഹനങ്ങളും ഒന്നും വരാത്ത സമയം നോക്കി കാറിൽ നിന്നും ഇറങ്ങിയ രണ്ടുപേരും ചേർന്ന് കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന സ്യൂട്ട് കേസ് എടുത്ത് ആ കുഴിയിലേക്ക് വലിച്ചെറിയുന്നു. അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം വീടുകളിലേക്ക് പോകുന്നു. ഒരാഴ്ച സ്വന്തം വീട്ടിൽ താമസിച്ച നടരാജ് അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് വന്ന് ഒന്നും നടക്കാത്ത രീതിയിൽ സുബ്ബലക്ഷ്മി കൊല്ലപ്പെട്ട അതേ വീട്ടിൽ താമസിച്ച് ജോലിക്ക് പോകാനായി തുടങ്ങി. ഡിസ്പോസ് ചെയ്ത് 19 ദിവസത്തിന് ശേഷമാണ് ബോഡി പോലീസിന് കിട്ടുന്നത്. പോലീസ് തന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നടരാജ് ഇനി തങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കനിവഴകനോടൊപ്പം മാർച്ച് 24-ാം തീയതി ഏർക്കാട് VAയുടെ അടുത്തെത്തി സറണ്ടറാകുന്നു. ഇവരുടെ കൺഫെഷനിലെ ഒരു അതിശയകരമായ കാര്യം എന്താണെന്നാൽ സുബ്ബലക്ഷ്മിയുടെ ആ ബോഡി സ്യൂട്ട് കേസിലാക്കി പോലീസിന്റെ കയ്യിൽപ്പെടാതെ 2 ദിവസങ്ങളിലായി ഏകദേശം 600 കിലോമീറ്റർ ഇവർ കാറിൽ യാത്ര ചെയ്തിരുന്നു എന്നതാണ്. ഇപ്പോൾ പോലീസ് പിടിക്കും, ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കനിവഴകനോട് പറഞ്ഞ നടരാജ് അപ്പോഴേ ചെയ്ത തെറ്റ് ആക്സിഡന്റിലായി നടന്നതാണ് എന്ന് പറഞ്ഞ് സറണ്ടർ ആയിരുന്നു എങ്കിൽ അറ്റ്ലീസ്റ്റ് കനിവഴകനെങ്കിലും ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടേനെ. ഇവിടെ ഒരു ചെറിയ പച്ച കുത്തുന്ന കാര്യമാണ് ഇത്രയും വലിയ പ്രോബ്ലത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. ഭാര്യയും കുട്ടികളുമുള്ള നടരാജ് ഇങ്ങനെ ഒരു അവിഹിതത്തിന് മുതിരാതിരുന്നു എങ്കിൽ ഇപ്പോഴും അയാൾക്ക് സ്വന്തം ഭാര്യയോടും മക്കളോടുമൊപ്പം സുഖമായി കഴിയാമായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായി അത് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.